ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാവാണ് രാഘവ് ചദ്ദ. 1988 ഡൽഹിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തന്റെ കരിയർ തിരഞ്ഞെടുത്തത് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിന് ശേഷം CA പൂർത്തിയാക്കിയ അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് കോഴ്സുകൾ ചെയ്യുകയും വിദേശത്ത് മികച്ച ജോലി സാധ്യതകൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2011 ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന അഴിമതി വിരുദ്ധ സമരം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും നയിച്ച ആ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്തതോടെയാണ് രാഘവ് രാഷ്ട്രീയത്തിലേക്ക് ആകൃഷ്ടനാകുന്നത്. ആ ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യകാല അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിലും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റികൾ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 2015 ഡൽഹി ബജറ്റ് തയ്യാറാക്കുന്നതിൽ കെജ്രിവാളിനെ സഹായിച്ച പ്രധാനികളിൽ ഒരാളായിരുന്നു രാഘവ്. വെറും 26-ാം വയസ്സിൽ അദ്ദേഹം പാർട്ടിയുടെ ദേശീയ വക്താവായി നിയമിതനായി. ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ നിലപാടുകൾ സൗമ്യമായും എന്നാൽ യുക്തിഭദ്രമായും അവതരിപ്പിച്ചതോടെ അദ്ദേഹം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൗത്ത് ഡൽഹിയിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ തോൽവിയിൽ തളരാതെ പ്രവർത്തനം തുടർന്ന അദ്ദേഹം 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീന്ദർ നഗറിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഡൽഹി ജൽ ബോർഡ് വൈസ് ചെയർമാൻ എന്ന നിലയിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. പിന്നീട് പഞ്ചാബ് രാഷ്ട്രീയത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. പഞ്ചാബിൽ ആ ആദ്മി പാർട്ടിക്ക് അധികാരം പിടിക്കാൻ സഹായിച്ച തന്ത്രങ്ങൾ മെനഞ്ഞ രാഘവ് ചദ്ദയായിരുന്നു. ഈ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാണ് 2022 പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലേക്ക് അദ്ദേഹം അയക്കപ്പെട്ടത്. രാജ്യസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളായി മാറിയ അദ്ദേഹം പാർലമെന്റും സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും വൈറലാകാറുണ്ട്. സമീപകാലത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. രാജ്യസഭയിൽ ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുപ്രീം കോടതി ഇടപെടലിലൂടെ ആ സസ്പെൻഷൻ പിൻവലിച്ചത്. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യവും വലിയ ചർച്ചയായി. റെറ്റിന ഡിറ്റാച്ച്മെന്റ് എന്ന കണ്ണിനെ ബാധിക്കുന്ന ഗുരുതരമായ അവസ്ഥയെ തുടർന്ന് ലണ്ടനിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് അദ്ദേഹം വിധേയനായി. കാഴ്ച നഷ്ടപ്പെടാൻ വരെ സാധ്യതയുള്ള അവസ്ഥയിലായിരുന്നു അദ്ദേഹമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ചികിത്സാ സമയത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നത് പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചെങ്കിലും തിരികെ വന്ന രാഘവ് കൂടുതൽ കരുത്തോടെ പാർട്ടിയിൽ സജീവമായി. വ്യക്തിജീവിതത്തിൽ ബോളിവുഡ് താരം പരിണീതി പ്രചോയുമായുള്ള വിവാഹം അദ്ദേഹത്തെ മാധ്യമങ്ങളിൽ സ്ഥിരം സന്നിധമായി മാറ്റി. ഉദയ്പൂരിൽ നടന്ന ആഡംബര വിവാഹം ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്ത ഒന്നായിരുന്നു. 2026 രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ആദ്മി പാർട്ടിയുടെ ദേശീയ വിപുലീകരണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനികളിൽ ഒരാളാണ് അദ്ദേഹം. കറപുരളാത്ത വ്യക്തിത്വവും സാങ്കേതികമായ അറിവും രാഷ്ട്രീയ തന്ത്രങ്ങളും ഒത്തുചേരുന്ന രാഘവ് ചദ്ദ വരും കാലങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി തുടരണമെന്നതിൽ തർക്കമില്ല. കൃത്യമായി പ്ലാനിങ്ങും ജനങ്ങളുമായുള്ള ആശയവിനിമയവുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. രാഘവ് ചദ്ദയുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ്. ഒരു പ്രൊഫഷണൽ കരിയറിൽ നിന്ന് തുടങ്ങി തെരുവിലെ പോരാട്ടങ്ങളിലൂടെ രാജ്യത്തിന്റെ പാർലമെന്റ് വരെ എത്തിയ ദീർഘമായ യാത്ര. യുവാക്കൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ വലിയൊരു പ്രചോദനം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ വളർച്ച. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റ് ആയുള്ള ന്യൂസ് നിങ്ങൾക്ക് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.